ഹലോ കൊന്നിച്ചിവ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ജപ്പാനിൽ വന്നിട്ട് എന്താ പറയാ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അതിനുള്ള സാധനങ്ങൾ അങ്ങനെ വലിയ രീതിക്കൊന്നുമല്ല. ആക്ച്വലി എനിക്ക് വെക്കാൻ അറിയില്ല, കേക്കൊന്നും വെക്കാൻ അറിയില്ല. പക്ഷെ ഇന്നൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് അതിന് വേണ്ടി ഞങ്ങൾ പോയി മേടിച്ചതാണ്. ഇത് ഗോതമ്പ് പൊടി അന്വേഷിച്ച് പോയത് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവര് എടുത്തു തന്നതാ. അപ്പൊ ഇതിൽ കേക്കും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബേക്കിംഗ് സോഡ, പാല്, 2 മുട്ട, അത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. റെഡി ആവോളാവോന്നും എനിക്കറിയില്ല, നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതേ പപ്പേനെ വിളിക്കുക. പപ്പയാകുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും. പപ്പ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടൊരു അളവ് ഗ്ലാസ് എടുത്തേക്കുന്നത് ഒരു 60 ml ഒരു കപ്പ്, കുഞ്ഞിക്കപ്പ്. ഇത് വെച്ചിട്ട് ഞാൻ അളവ് പറഞ്ഞുതരാൻ പോണേട്ടാ. അപ്പൊ നോക്ക്, എന്താ പറയാ, ഇത് മാവ് ഒരു 2 കപ്പ്. ഞാൻ ഓൾറെഡി മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടാ, 2 കപ്പ് മാവ്, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. അത് ജസ്റ്റ് ഒന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ. ഇത് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ പാലും മുട്ടയും ബീറ്റ് ചെയ്ത് നല്ലോണം, അതിന് ബീറ്റ് ചെയ്യാനുള്ള സംഭവം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെ നല്ലോണം ചെയ്യാന്ന് വിചാരിക്കണം. നോക്കാം, ശരിയാവോ ഇല്ലയെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. പാല് ഒരു കപ്പ്, 50 മതി. 50 ml പാല് വെച്ചു. രണ്ട് മുട്ട, നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ മിക്സിങ് അനുസരിച്ചിരിക്കും ഇത് സെറ്റ് ആവോ ഇല്ലേ എന്നുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് നല്ലോണം ഒരു 7 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ നല്ലോണം മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്നും മാറിപ്പോയി. ഞാനേ പപ്പനൊക്കെ ചോദിച്ച് വിളിച്ച് എഴുതിയൊക്കെ വെച്ചതാ. എന്നിട്ടും തിരിച്ചു 100 വട്ടം വിളിച്ചിറങ്ങുക. പാലും ഓയിലായിരുന്നു മിക്സ് ചെയ്യേണ്ടത്. എഗ്ഗും ഷുഗറും ആയിരുന്നു ബീറ്റ് ചെയ്യേണ്ടത്. അതിന് ചെറുതായി മാറിപ്പോയി. ഏതെന്നറിയില്ല കേട്ടോ. എന്തായാലും തുടങ്ങിയതല്ലേ, സെറ്റ് ചെയ്യാൻ നമുക്ക്. 1 കപ്പ് പഞ്ചസാര, ഓയിലും കൂടി വേണം. ഓയിൽ എത്രയാ? 2 ടീസ്പൂൺ മതി, ടേബിൾ സ്പൂൺ മതി. ഇത് ഞാൻ പൊളിക്കും. സംഭവം മറ്റേ അവിയല് പരിവായിട്ടുണ്ട്. അല്ലേ, ഇത് നമ്മുടെ റൈസ് കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്യണേ. ഇതിലേക്ക് ഇതാദ്യം നന്നായി തുടയ്ക്കുക, ഡ്രൈ ആക്കുക. തുടയ്ക്കാനുള്ള തുണി തന്നെ ഉണ്ട്. തുടച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഫുള്ളൊന്ന്, ബ്രഷ് ഇല്ല ഇവിടെ, അതുകൊണ്ട് കൈ വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ടേ. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊടുക്കുക, തേച്ച്. ഇത് നമ്മള് ഈ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് കട്ട പിടിക്കാണ്ട് കുറച്ച് മിക്സ് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ ആയി നോക്കിയേ, നല്ലോണായി, ശരിയായിട്ടൊക്കെ ഉണ്ടടി. കാണിച്ചു നോക്കാനാ, കണ്ടോട്ടോ ഒഴിക്കണത്, കണ്ടോട്ടോ. കഴിഞ്ഞു, അടച്ചു, ഓണാക്കുന്നു. അയ്യോ, എങ്ങനെയാന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോ ആണാവും. സാധനം റെഡിയാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചല്ല, പക്ഷെ എന്തോ ഭാഗ്യത്തിന് സാധനം റെഡി. ഒരു വടി വെച്ച് കുത്തി നോക്കുക,
ഓക്കെ, സെറ്റായിട്ടുണ്ട്. കൊതി കാരണം ഞങ്ങളൊരു പീസ് മുന്നേ കഴിച്ചു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നെ അപ്പുറത്തെ റൂമിലെ പിള്ളേർക്കൊക്കെ കൊടുത്തു, അവർക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, സീ യു. വീഡിയോ ഓവർ. സംഭവം വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടാ, സാധനം റെഡി ആയിട്ട് കിട്ടി. ഞങ്ങൾ അപ്പുറത്തെ റൂമിലത്തെ പിള്ളേർക്കൊക്കെ കൊടുത്ത് അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.